ചന്ദ്രകുമാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അങ്കോളയിലേക്ക് പോയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ചന്ദ്രകുമാർ, രക്ഷാപ്രവർത്തനം ഒരുപാട് വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും അത് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ താങ്കൾക്ക് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീ ചന്ദ്രകുമാർ? നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അങ്ങോട്ട് സംഭവ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ രക്ഷാദൗത്യ സംഘവുമായി കർണാടക സർക്കാരുമായി ബന്ധപ്പെടുമ്പോൾ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ അവർ കൈമാറുന്നുണ്ടോ ശ്രീ ചന്ദ്രകുമാർ? ഇല്ല. ഈ GPS വിവരങ്ങൾ, അതുപോലെ ഈ അർജുൻ രാവിലെ നേരത്തെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ, അതൊക്കെ ഈ ഘട്ടത്തിൽ നമുക്കൊരു പ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന വിവരങ്ങളല്ലേ? അതെ. ഈ എത്ര പേരാണ് ഇപ്പോൾ എത്ര പേരടങ്ങുന്ന സംഘമാണ് അവിടേക്ക് പോകുന്നത്? 4 ആൾക്കാർ. 4 പേർ. എത്ര മണിയോടുകൂടി അവിടെ എത്തുമെന്നാണ് കരുതുന്നത്? ടൈം 6 മണിക്ക്, ഏകദേശം 6 മണിയോട് നമ്മൾ അവിടെ എത്തും. ഈ കാലാവസ്ഥയാണ് വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നതല്ലേ ഈ ദൗത്യം? കാലാവസ്ഥ. എന്തായാലും താങ്കൾ അടങ്ങുന്ന സംഘം അവിടേക്ക് പോവുക. അവിടെ രക്ഷാദൗത്യത്തിൻ്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള സംഘമാണ്. അവർ അവിടേക്ക് പോകുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷം എന്താണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്നുള്ളത് അവർ നമ്മളെ അറിയിക്കുകയും ചെയ്യും. കേരളം പ്രതീക്ഷയോടുകൂടി ഒരു ആശ്വാസ വാർത്തയ്ക്കായി, ഒരു സന്തോഷ വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ്. അവിടെ രക്ഷാദൗത്യം ഊർജിതമായി തന്നെ തുടരുന്നു.